അക്ഷയ് ആ വൈകുന്നേരം എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ബീച്ച് പോയാലാ? ബീച്ചില്ല. അവിടെ എന്താ പരിപാടി? ഇന്നൊരു ഉപ്പിലിടുന്ന നല്ലൊരു മൂടുണ്ട്. ആ പല കാര്യങ്ങളും ഇപ്പോൾ ബീച്ചിലുണ്ടല്ലോ. ഉപ്പിലിട്ട മാങ്ങ, ക്യാരറ്റ്. അപ്പോൾ ഈ ഉപ്പിലിടുന്ന പല സാധനങ്ങൾ ഉപ്പിലിടുന്നുണ്ടല്ലോ, അതിന് പിന്നെ ഒരു സയൻസ് ഉണ്ട്, അറിയാം സാറിന്? ഇതിന് വേണ്ടി സയൻസ് ഉണ്ടാ? പിന്നെ എല്ലാത്തിനും വലിയ സയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അബ്ദുള്ള സാറിന് വളരെയധികം ആഗ്രഹം ബീച്ചിൽ പോയി ഉപ്പിലിട്ട മാങ്ങയോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് അതിന് പിന്നിലുള്ള സയൻസ് അറിയില്ല. ആ സയൻസ് നമുക്കൊന്ന് വിശദീകരിച്ചാലോ? അപ്പോൾ മക്കളെ, ഞാൻ ഉദാഹരണത്തിൽ ഉപ്പിലിട്ട മാങ്ങ തന്നെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സോ മക്കളെ, നമുക്ക് ചുറ്റിലും മൈക്രോബ്സ് ഉണ്ട്, അതായത് സൂക്ഷ്മജീവികൾ. ഈ സൂക്ഷ്മജീവികൾ വളരെ അപകടകാരികളാവുന്ന സാഹചര്യമുണ്ട്, എസ്പെഷ്യലി നമ്മളെ ഭക്ഷണത്തെ അവർ സ്പോയിൽ ചെയ്യുമ്പോൾ. അങ്ങനെ സ്പോയിൽഡ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് പോയ്സൺ അടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ഫുഡ് പോയ്സണിങ് എന്നുള്ളൊരു പ്രക്രിയ പ്രിവെൻറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ളൊരു വൺ ഓഫ് ദ മെത്തേഡ്, ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ് സോൾട്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഉപ്പ് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫുഡിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പിലിട്ട മാങ്ങ. സോ ഇവിടെ സംഭവിക്കുന്ന സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ആദ്യം ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ അതൊരു വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മുടെ സയന്റിഫിക് ടേമിൽ പറഞ്ഞാൽ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനാണ്. അതായത് സൊല്യൂട്ടിൻ്റെ അംശം കൂടിയതും സോൾവെന്റ് അഥവാ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞതുമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇനി ഇത്തരത്തിലൊരു സൊല്യൂഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാങ്ങ അതിലേക്ക് ഇട്ട് വെക്കുന്നത്. അപ്പോൾ മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാങ്ങയുടെ ഇന്റേണൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ മാങ്ങയുടെ ഓരോ സെല്ലിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ അവിടെ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ദ സൊല്യൂഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ അക്രോസ് കടന്നു വരുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. ചുരുക്കം പറഞ്ഞാൽ വാട്ടർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുന്ന മാങ്ങ, ആ മാങ്ങക്കകത്ത്, ആ സെല്ലുകൾക്കകത്ത് വെള്ളം കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും മാങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതാണ് ഉപ്പിലിട്ട മാങ്ങ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്ത് ഷ്രിവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് അതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് ഫുഡ് പ്രിസർവേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോബ്സിനെ, ഈ ഫുഡ് സ്പോയിൽ ചെയ്യുന്ന ബാക്ടീരിയ പോലുള്ള ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ അകറ്റിയാലാണ് അത് ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ് ആവുക. അപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങ, ഞാൻ പറഞ്ഞു വെള്ളം മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, വലിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഈ മൈക്രോബ്സ് ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കൊക്കെ ഇത് വളരണമെങ്കിൽ ഒരു മോയ്സ്ചർ ആവശ്യമാണ്. ആ മോയ്സ്ചർ അവിടെ ലഭ്യമാവാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ബാക്ടീരിയൽ സെല്ലുകൾ അല്ലെങ്കിൽ ബാക്ടീരിയ ഇതിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ ബാക്ടീരിയത്തിൻ്റെ അകത്തുനിന്ന് വരെ വെള്ളത്തെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ബാക്ടീരിയത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയും ബാക്ടീരിയ തന്നെ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. സോ മക്കളെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഇട്ട് വെക്കുന്നത്. പരമ്പരാഗതമായി പണ്ട് മുതൽക്കേ തന്നെ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിലും ഇതിൻ്റെ സയൻറ്റിഫിക് വശം പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ ABD സാറിന് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി. അതോടൊപ്പം തന്നെ ഈ കാര്യം അറിയാത്ത എൻ്റെ മക്കൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മക്കളെ, ഇതുപോലെ രസകരമായ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ എക്സാമിന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫൗണ്ടേഷൻ, അതായത് അടിസ്ഥാനം വളരെ കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഉന്നതിയിലേക്ക്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും എഴുതേണ്ട സാഹചര്യം ഇനി നിർബന്ധമായി വരികയാണ്. കാരണം ഏതൊരു പ്രൊഫഷണൽ കോഴ്സ്, ഞാനിപ്പോൾ പറയുന്നത് ഒരു 10ാം ക്ലാസ്സിൻ്റെ കാര്യമല്ല, +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ മികച്ച കോളേജുകളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ JEE പോലുള്ള നീറ്റ് പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ചെറിയ ക്ലാസ് മുതലേ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് ഓൾറെഡി പല സംസ്ഥാനങ്ങളും, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ട്രൈ ചെയ്ത് അവർ വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ കേരളത്തിൽ ഇതിൻ്റെ ഒരു കുറവുണ്ട്. അതിൻ്റെ പരിഹാരമായിട്ടാണ് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫൗണ്ടേഷൻ ബാച്ച്, അതാണ് ഫാൽക്കൺ ബാച്ച്. ഫാൽക്കൺ ബാച്ചിലൂടെ എൻറോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാവി മികച്ച രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾ ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊരിക്കലും നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള പഠനത്തെ ബാധിക്കില്ല. പാരലൽ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. സോ മികച്ച രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം ഫാൽക്കൺ ബാച്ചിലൂടെ. ഒരുപാട് മക്കൾ ഇതിനോടകം തന്നെ നമ്മുടെ ബാച്ചിൽ എൻറോൾഡ് ആണ്. ഇനി ആരെങ്കിലും എൻറോൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാച്ചിൽ എൻറോൾ ആവാം. തുടക്കം മുതലേ നമുക്ക് പഠിക്കാം, മികച്ച വിജയം നേടാം സൈലത്തിനൊപ്പം.